പ്രിയപ്പെട്ട കുട്ടികളെ, HS മാത്സ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ന്യൂ നമ്പേഴ്സിലെ 8ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഒരു ചോദ്യമാണ്, ഇതാണ്: ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 meter ആൻഡ് വൺ ഓഫ് ദി അതർ സൈഡ്സ് ഈസ് ½ meter. ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ അപ് ടു സെന്റിമീറ്റർ. അപ്പം ഇതിൻ്റെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് വന്നിട്ടുണ്ട് 1.5 meter ആണ്. ബേസ് വന്നിട്ടുണ്ട് ½ meter ആണ്. ഓൾട്ടിറ്റ്യൂഡ് അറിയില്ല. ഇതിൻ്റെ പെരിമീറ്റർ കാണുക എന്ന് പറഞ്ഞാൽ 3 സൈഡിൻ്റെ കൂടി ലെങ്ത് ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ. ഹൈപ്പോട്ടന്യൂസ് അറിയാം, ബേസ് അറിയാം. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എച്ച് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ അവിടെ എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. 1.5 സ്ക്വയർ മൈനസ് ½ സ്ക്വയർ. അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് നമുക്കറിയാം. എ പ്ലസ് ബിൻ്റെ മൈനസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ ആ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ 1.5 പ്ലസ് 1.5 മൈനസ് 1.5 മൈനസ് ½ എന്ന് കിട്ടും. 1.5 പ്ലസ് 1.5 ഇൻറ്റു 1.5 മൈനസ് 1.5. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഇസ് ഈക്വൽ ടു സം ഇൻറ്റു ഡിഫറൻസ്. അപ്പോൾ 1.5 അരയെ കൂട്ടിയപ്പോൾ 2 കിട്ടും. 1.5 1 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു 1, അതായത് റൂട്ട് 2 എന്ന് കിട്ടും. റൂട്ട് 2 ആണ് ഇത് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എച്ച്. ഇനി പെരിമീറ്റർ കാണാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 സൈഡ് കൂടി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ½ 1.5 ഈ റൂട്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 1.5 പ്ലസ് ½ പ്ലസ് റൂട്ട് 2. 1.5 ½ കൂട്ടി എത്രയാ? 2 പ്ലസ് റൂട്ട് 2. അപ്പോൾ 1.5 ½ കൂടി കൂട്ടി 2 പ്ലസ് റൂട്ട് 2 എന്ന് കിട്ടും. അതിൻ്റെ റൂട്ട് 2 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.414. അങ്ങനെ നമുക്കറിയാലോ. അപ്പോൾ 2 പ്ലസ് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 പ്ലസ് 1.414. അപ്പോൾ 2 പ്ലസ് 1 3 എന്ന് എടുക്കാം. അപ്പോൾ 3.414 എന്ന് പറയുന്നത് അത്രയും മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ടു സെന്റിമീറ്റർ ആണ് ചെയ്യേണ്ടത്. കറക്റ്റ് ടു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പോൾ 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 ഡെസിമൽ പ്ലേസ് വരുമ്പോൾ 41 വരും. അടുത്തത് 5 കുറവായതുകൊണ്ട് അത് കളഞ്ഞാൽ മതി. സോ 3.41 meter, that is the perimeter of this triangle. 3.41 meter എന്ന് പറഞ്ഞാൽ 3 മീറ്ററും 41 സെന്റിമീറ്ററും. അപ്പോൾ കറക്റ്റ് ടു സെന്റിമീറ്റർ ആയി. ക്ലിയർ ആയല്ലോ. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 3.41 meter. വേറൊരു ചോദ്യം ഇതാണ്: ദി പിക്ചർ ഗിവൺ ബിലോ ഷോസ് an equilateral triangle cut into 2 triangles along a line through its middle. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഒരു സൈഡ് 2 മീറ്റർ ആണ്. ആ 2 മീറ്ററുള്ള ആ സൈഡ് ഉള്ള ആ ട്രയാങ്കിളിനെ അതിൻ്റെ മിഡിലിലൂടെ 2ആയിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ മിഡിലിലൂടെ 2ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 2 റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ആ 2 റൈറ്റ് ട്രയാങ്കിൾ കിട്ടുമ്പോൾ ഏതൊക്കെയാണ്? ഇവിടെ 2 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് ഹൈറ്റ് നമുക്കറിയില്ല. ഇത് ടോട്ടൽ 2 മീറ്റർ ആണ്. അപ്പോൾ ഇത്രയും വരുമ്പോൾ 1 മീറ്റർ ആണ്. അപ്പോൾ 1 മീറ്റർ. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ചെയ്ത പോലെ എച്ച് കണ്ടുപിടിക്കുക, ഇതിന്റെ പെരിമീറ്റർ കാണുക. രണ്ടാമത്തെ പാർട്ട്, ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദി ഹോൾ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ മൊത്തം പെരിമീറ്ററിനേക്കാൾ എത്ര കുറവാണത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിയിട്ട് പോകാം. ഫസ്റ്റ് പാർട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ൽ 1 കുറച്ചാൽ മതി. അപ്പോൾ റൂട്ട് ഓഫ് 4 മൈനസ് 1 ദാറ്റ് ഈസ് റൂട്ട് 3 ഈസ് ഹൈറ്റ്. അപ്പോൾ ഇറ്റ്സ് പെരിമീറ്റർ എന്ന് വരും. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 2 പ്ലസ് 1 പ്ലസ് എച്ചിന്റെ സ്ഥാനത്ത് റൂട്ട് 3. 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 പ്ലസ് റൂട്ട് 3. അപ്പോൾ റൂട്ട് 3യുടെ വാല്യൂ നമുക്ക് കൊടുക്കാം 1.73. അപ്പോൾ 3 പ്ലസ് 1.73 എന്ന് പറയുമ്പോൾ 4.73 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഈ സ്മോൾ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. സ്മോൾ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. അപ്പോൾ ഇതാണ് ഈ 3 സൈഡും കൂടി കൂട്ടുന്നതാണ്. 2 പ്ലസ് 1 പ്ലസ് ഈ റൂട്ട് 3. ആ റൂട്ട് 3യുടെ വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് 4.73 മീറ്റർ എന്ന് കിട്ടി. Now the perimeter of the whole triangle എന്ത് വരും? ഇത് 2 സെന്റിമീറ്റർ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ. അപ്പോൾ 2 പ്ലസ് 2 പ്ലസ്
2 that is 6 meter is the perimeter of the whole triangle. വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 6 മീറ്റർ ആണ്. ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 4.73 മീറ്റർ. അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഒന്ന് നോക്കാം. മതി 6ൽ നിന്ന് 4.73 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6ൽ നിന്ന് 4.73 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1.27 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 1.27 മീറ്റർ മോർ ദാൻ, അതായത് 1.27 മീറ്റർ ലെസ് ദാൻ ദി ലാർജ് ട്രയാങ്കിൾ. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് പ്രോബ്ലമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.